ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 11 സ്റ്റാറ്റിറ്റിക്സ്. ഇതിൽ പേജ് നമ്പർ 167 ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഇൻ ക്ലാസ് 6 20 ചിൽഡ്രൻ ഗോട്ട് എ ഗ്രേഡ്, 50 ഗോട്ട് ബി ഗ്രേഡ്, 20 ഗോട്ട് സി ഗ്രേഡ്, 15 ഗോട്ട് ഡി ഗ്രേഡ് ആൻഡ് 5 ഗോട്ട് ഇ ഗ്രേഡ്. ഡ്രോ എ ബാർ ഗ്രാഫ് ഷോയിങ് ദിസ്. അപ്പോൾ നമ്മൾ എളുപ്പത്തിനായിട്ട് ആദ്യം ഒരു ബോക്സ് വരയ്ക്കുക. അതിൽ ഗ്രേഡ്, നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് എഴുതുക. ഗ്രേഡ് എ ബി സി ഡി ഇ. നമ്പർ ഓഫ് ചിൽഡ്രൻ 20, 50, 20, 15, 5. ഇനി ബാർ ഗ്രാഫ് വരയ്ക്കുന്നത് ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക, അതാണ് എക്സ് ആക്സിസ്. പിന്നെ മുകളിൽ നിന്ന് താഴോട്ട് വെർട്ടിക്കലായിട്ടൊരു ലൈൻ വരയ്ക്കുക, അത് വൈ ആക്സിസ് എന്ന് പറയും. താഴെ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനും മുകളിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈൻ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. അവിടെ നമുക്ക് 0 എന്ന് കൊടുക്കാം, കൂട്ടിമുട്ടുന്ന ആ പോയിൻറ്റിന്. ഇനി താഴെ ഓരോ പോയിൻ്റ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് സ്കെയിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഓരോ സെൻറ്റിമീറ്ററിൽ ഡോട്ട് ഇട്ട് വയ്ക്കുക. അതുപോലെ തന്നെയാണ് ഈ വെർട്ടിക്കൽ മുകളിലോട്ടുള്ള ആ ലൈനിലും ഓരോ സെൻറ്റിമീറ്ററിൽ ഓരോ ഡോട്ട് ഇട്ട് വയ്ക്കണം. എന്നിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നമ്പർ ഓഫ് ചിൽഡ്രൻ്റെ ഇത് 5, 15, 20, 50, 20 അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഒരു ഈക്വലായിട്ട് വരാനായിട്ട് ഒരു സ്കെയിൽ ഉപയോഗിക്കും. ഇപ്പോൾ 1 സെൻറ്റിമീറ്ററിന് നമുക്ക് 10 എന്ന് കൊടുക്കാം. ഇപ്പോൾ മുകളിലോട്ടുള്ള വെർട്ടിക്കൽ ലൈനിൽ നമുക്കിവിടെ 10, 20 അങ്ങനെ കൊടുക്കാം. താഴെ 0 ആണ്, കൂട്ടിമുട്ടുന്ന ഭാഗം 0. മുകളിലോട്ട് 10, 1 സെൻറ്റിമീറ്ററിൽ 10 എന്ന് കൊടുക്കാം. അടുത്ത സെൻറ്റിമീറ്റർ 20, അടുത്തൊരു സെൻറ്റിമീറ്റർ കൂടുമ്പോൾ 30, പിന്നെ 40. എന്താ ഞാൻ ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അത് നോക്കുമ്പോൾ മനസ്സിലാവും. താഴെ നമുക്ക് ഗ്രേഡുകൾ എഴുതാം. അതിൽ 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് അടുത്ത ആ 1 സെൻറ്റിമീറ്റർ അളവിന് എ ഗ്രേഡ് എന്ന് കൊടുക്കാം. അടുത്തൊരു സെൻറ്റിമീറ്റർ വിടുക, അതിനടുത്തത് ബി ഗ്രേഡ്. അപ്പോൾ ബാറ് വരയ്ക്കുമ്പോൾ ആ ഗ്രാഫ് ഓരോ ബാറും കുറച്ച് ഇടവിട്ട് വരയ്ക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ ആദ്യം എ ഗ്രേഡ് 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് അടുത്ത ആ സെൻറ്റിമീറ്ററിൽ നമുക്ക് എ ഗ്രേഡ് എന്ന് എഴുതാം. എ അത് എത്രയാണ് ആ ബാറിൻ്റെ ഉയരം? നമുക്ക് 20 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വെർട്ടിക്കൽ ലൈനിൽ 20 എഴുതിയ ഭാഗത്തിന് നേരെ ഈ ബാറ് വരയ്ക്കുക. മനസ്സിലായില്ലേ? അടുത്തത് ബി ഗ്രേഡ് കുറച്ച് വിട്ടിട്ടാണ്, 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് അടുത്തത് ബി ഗ്രേഡ്. അത് നോക്കിക്കേ, 50 ആണ് അതിൻ്റെ ഗ്രേഡ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വൈ ആക്സസിൽ, അതായത് മുകളിലോട്ടുള്ള വരയിൽ 50 ഏറ്റവും മുകളിലുണ്ട്. ആ 50ക്ക് നേരെയാണ് ഈ റെക്റ്റാങ്കിൾ വരയ്ക്കേണ്ടത്, ബാറ് വരയ്ക്കേണ്ടത്. പിന്നെയും നമുക്ക് 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് അടുത്തത് സി വരയ്ക്കാം. അത് 20 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 20ക്ക് നേരെ ആ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ആ ബാറ് വരയ്ക്കാം. അടുത്തത് നോക്കിക്കേ, 15 ആണ് ഡി ഗ്രേഡ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് ഡി ഗ്രേഡ്. അപ്പോൾ നമുക്ക് 15 എങ്ങനെ എടുക്കാം? നമ്മളിപ്പോൾ ഓരോ സെൻറ്റിമീറ്ററും 10 വെച്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 10 ആണെങ്കിൽ അതിൻ്റെ പകുതി 5 ആയിരിക്കും അല്ലേ? അപ്പോൾ 15 എവിടെ വരും? 10നും 20ക്കും നടുവിലുള്ള ആ ലൈനാണ്. നമ്മുടെ സ്കെയിൽ നോക്കിയാൽ കാണാം, നടുവിലൊരു 10 ലൈനുണ്ട്. അതിൻ്റെ നടുവിൽ, ഏറ്റവും നടുവിലാണ് 5 വരുന്നത് അല്ലേ? അപ്പോൾ 10നും 20ക്കും ഇടയിലാണ് 15. അതുപോലെ തന്നെയാണ് ഈ ഗ്രേഡ് 5. അത് 0ക്കും 10നും നടുവിലുള്ള ആ ഭാഗത്തിന് നേരെ വരയ്ക്കുക. അതാണ് 5. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 168. ഇതാണ് ദ ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് നോട്ട്ബുക്സ് സോൾഡ് അറ്റ് ദ സ്കൂൾ സ്റ്റോർ ഡ്യൂറിങ് 6 months. കഴിഞ്ഞ 6 മാസങ്ങളിലായിട്ട് സ്കൂളിലെ സ്റ്റോറിൽ വിറ്റുപോയ ബുക്കുകളുടെ എണ്ണമാണ് തന്നിട്ടുള്ളത്. മാസങ്ങളും തന്നിട്ടുണ്ട്, വിറ്റുപോയ ബുക്കുകളുടെ എണ്ണവും തന്നിട്ടുണ്ട്. ഡ്രോ എ ബാർ ഗ്രാഫ് ഓഫ് ദിസ്. ഇതിൻ്റെ ഒരു ബാർ ഗ്രാഫാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക, അതായത് സ്ട്രെയിറ്റ് ലൈൻ. പിന്നെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട്, അത് ഈ ഹൊറിസോണ്ടലിൽ കൂട്ടിമുട്ടണം. എന്നിട്ട് ഓരോ സെൻറ്റിമീറ്ററായിട്ട് താഴെയും ഡോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മുകളിലോട്ടുള്ള വരയിലും ഓരോ സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുക. താഴെ മന്ത് എഴുതാം. 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് അടുത്തതിൽ ജൂൺ എഴുതാം. പിന്നെ 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് അടുത്ത 1 സെൻറ്റിമീറ്ററിൽ ജൂലൈ എഴുതാം. അങ്ങനെ ഒന്നിടവിട്ട് നവംബർ വരെ എഴുതണം.
അതിനുശേഷം മുകളിലോട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട് ഒരു ടേബിൾ. ആ ടേബിൾ നമ്മൾ ഒരു ബോക്സായിട്ട് വരച്ച് എഴുതുക. അതിനുശേഷം ടേബിളിൽ നോക്കിക്കേ, നമ്പർ എങ്ങനെയാണ് തന്നിട്ടുള്ളത്? 140, 130, 150, 160, 120, 150. അപ്പോൾ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മുകളിലോട്ടുള്ള ലൈനിൽ 0 കഴിഞ്ഞിട്ട് 10, 20 അങ്ങനെ ചെയ്യാം, 20, 40 അങ്ങനെ കൊടുക്കാം, 50, 100 അങ്ങനെയും കൊടുക്കാം. ഓരോ സെൻറ്റിമീറ്റർ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം. പക്ഷേ എല്ലാം ഒരുപോലെ ആയിരിക്കും. ഇപ്പോൾ 10 കൊടുക്കുന്നെങ്കിൽ അതിനർത്ഥം 0യിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ അകലം 10 ആണെങ്കിൽ അടുത്തത് 20, പിന്നെ 1 സെൻറ്റിമീറ്റർ അകലത്തിൽ 30 അങ്ങനെ തന്നെ കൊടുത്തു പോകണം. അപ്പോൾ നമ്മുടെ ഈ ബാറ് കുറച്ച് വലുതായിരിക്കും, നമുക്ക് കൂടുതൽ സ്പേസ് ആവശ്യമായിട്ട് വരും. ഇവിടെ ഞാൻ 20 വെച്ചാണ് തന്നിട്ടുള്ളത്. അപ്പം 0 to 20, 0യിൽ നിന്നും അടുത്ത സെൻറ്റിമീറ്ററിൽ അകലം 20 ആണ്, അടുത്ത സെൻറ്റിമീറ്ററിലോട്ടുള്ള അകലം 40, പിന്നെ അതിൻ്റെ അടുത്തത് 60, അങ്ങനെ 20 കൂട്ടിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ 180 വരെ എഴുതാം. എന്നിട്ട് നമുക്ക് ആ ബാറ് വരയ്ക്കാം. എങ്ങനെയാണ്? ആദ്യം ഒരു സെൻറ്റിമീറ്റർ വിട്ടിട്ട് ജൂണിൽ എങ്ങനെയാണ്? 140 ആണ്. അപ്പോൾ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ വെർട്ടിക്കൽ ലൈൻ y ആക്സിസിൽ 140ക്ക് നേരെ ജൂൺ എന്ന് പറയുന്ന അത് ആദ്യത്തെ ബോക്സ് അല്ല, രണ്ടാമത്തെ സെൻറ്റിമീറ്റർ അതിലാണ് നമ്മളൊരു ബോക്സ് വരയ്ക്കുന്നത്. അപ്പോൾ അതിന് നേരെ 140ക്ക് നേരെ ജൂണിൽ ഒരു ബാർ വരയ്ക്കുക, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അടുത്തത് സ്പേസ് വിട്ടിട്ട് ജൂലൈക്ക് മുകളിൽ ജൂലൈ എത്രയാണ് തന്നിട്ടുള്ളത്? 130 പറയുമ്പോൾ 120ക്കും 140ക്കും ഇടയിലായിരിക്കും, നടുവിലാണ് 130. അങ്ങനെ നമ്മൾ കണക്കാക്കി വരയ്ക്കുക. ഓഗസ്റ്റ് 150, അതായത് 150 140ക്കും 160ക്കും നടുവിലായിട്ട് വരും. അതിന് നേരെ ഓഗസ്റ്റിന് നേരെ നമ്മൾ ബാറ് വരയ്ക്കുക, റെക്റ്റാങ്കിൾ. അങ്ങനെ സെപ്റ്റംബർ 160, ഒക്ടോബറിൽ 120, നവംബർ 150 അങ്ങനെ വരയ്ക്കാം. അപ്പോൾ താഴെ മന്ത്, സൈഡിൽ നമ്പർ ഓഫ് ബുക്സ് ആണ് സൈഡിൽ, അങ്ങനെ വരയ്ക്കുക. അടുത്തതായി പേജ് നമ്പർ 169 പ്രോബ്ലമാണ്. സെക്കൻഡ് പ്രോബ്ലം. ദ ടേബിൾ ഷോസ് ദ വേരിയസ് എക്സ്പെൻസ് ഓഫ് ജോർജ് ഫാമിലി ഫോർ ദ ലാസ്റ്റ് മന്ത്. അതൊരു ബോക്സ് തന്നിട്ടുണ്ട്. ഐറ്റം, എക്സ്പെൻസ്. ഐറ്റം എന്തൊക്കെയാണ്? ഫുഡ്, ഡ്രസ്, ട്രാവൽ, എഡ്യൂക്കേഷൻ, മെഡിസിൻ, അതേഴ്സ്. എക്സ്പെൻസ് 2000, 900, 400, 700, 600, 800. Draw a bar graph of this. Write down some facts we get from the graph. അപ്പോൾ ഇവിടെ ഒരു ബാർ ഗ്രാഫ് വരയ്ക്കണം. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകുന്നു, അത് എന്തെങ്കിലും രണ്ട് കാര്യങ്ങളും കൂടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അത് തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് 0 എന്ന് കൊടുക്കുക. ഓരോ സ്പേസ് വിട്ടിട്ട് നമ്മൾ ഐറ്റംസ് താഴെ എഴുതും. ഫുഡ്, പിന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ട്, വെറുതെ സ്പേസ് വിടരുത്, ഓരോ സെൻറ്റിമീറ്റർ അനുസരിച്ചിട്ടാണ് സ്പേസ് കറക്റ്റ് ആയിരിക്കണം വിടുന്ന സ്ഥലം. 1 സെൻറ്റിമീറ്റർ വിടണം, അടുത്ത 1 സെൻറ്റിമീറ്റർ ഫുള്ളും നമുക്ക് ഒരു ബാർ വരയ്ക്കാനുള്ള സ്പേസാണ്. പിന്നെ 1 സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം അടുത്ത 1 സെൻറ്റിമീറ്റർ ബാർ വരയ്ക്കുക. അങ്ങനെ അപ്പോൾ കറക്റ്റായിട്ട് വരും. പിന്നെ ഇവിടെ നമുക്ക് എക്സ്പെൻസ് തന്നിട്ടുള്ളത് 800, 600, 700, 400, 900, 2000 ഇങ്ങനെയുള്ള റേഞ്ചിലാണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്കത് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. നമുക്ക് 0യിൽ നിന്ന് മുകളിലോട്ടുള്ള അടുത്ത 1 സെൻറ്റിമീറ്റർ 100 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആ 1 സെൻറ്റിമീറ്റർ 200, 300 അങ്ങനെ എടുക്കാം. അപ്പം നമ്മുടെ ഈ ബാറ് ഗ്രാഫ് നല്ല വലുതായിരിക്കും, നമുക്ക് കുറച്ച് സ്പേസ് അധികം വേണം. അപ്പം ഞാനിവിടെ 200 വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. 1 സെൻറ്റിമീറ്ററിനെ 200 ആക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 0 കഴിഞ്ഞിട്ട് അടുത്ത 200, അടുത്ത 400, പിന്നെ 600, 800 അങ്ങനെ 2000 വരെ എഴുതിയിട്ടുണ്ട്. നമുക്ക് വേണ്ട 500 വെച്ചും എടുക്കാം, 500, 1000. അപ്പം കുറച്ച് ചെറുതായിരിക്കും നമ്മൾ വരയ്ക്കുന്ന ഈ ഗ്രാഫ്. 200 കുറച്ച് 200 വെച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വലുതായിരിക്കും. പക്ഷേ 100 എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി അധികം നല്ല സ്പേസ് വേണം, ഒരു ഷീറ്റ് പേപ്പർ ഫുള്ളും ഒക്കെ വേണ്ടി വരും. അതുകൊണ്ട് ഞാനിവിടെ 200 വെച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് എത്രയാണ്? 2000 ആണ്. അപ്പോൾ 2000 ഏറ്റവും നമ്മൾ എഴുതിയിട്ടുള്ളതിൽ മുകളിലാണ് 2000 വന്നിട്ടുള്ളത്. അതിന് നേരെ വരയ്ക്കുക. പിന്നെ ഡ്രസ്സ്
എത്രയാണ്? 900 എങ്ങനെയാണ്? നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് 800 കഴിഞ്ഞ് 1000 ആണ് അല്ലേ? അപ്പോൾ ഇതിന് രണ്ടിനും നടുവിൽ വരും 900. അങ്ങനെ വരയ്ക്കുക. അതിനുശേഷം താഴെ അപ്പോൾ ഐറ്റംസ് എല്ലാം താഴെ, എക്സ്പെൻസ് സൈഡിലും അല്ലേ? പിന്നെ എന്താണ്? ട്രാവൽ എന്ന് പറയുന്നത് 400. അപ്പോൾ 400 നേരെ വരയ്ക്കുക. എഡ്യൂക്കേഷൻ 700 ആണ്. അപ്പോൾ 600-നും 800-നും നടുക്കുള്ള പോയിൻ്റാണ്. ഇതിന് രണ്ടിനും നടുവിലുള്ള പോയിൻ്റായിട്ട് വരും എഡ്യൂക്കേഷൻ. പിന്നെ മെഡിസിൻ 600 ആണ്, അതേഴ്സ് 800. അപ്പോൾ അത് നോക്കി കറക്റ്റായിട്ട് വരയ്ക്കുക. പിന്നെ ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ ഫാക്ട്സാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? 2 എണ്ണമാണ് സിമ്പിളായിട്ടുള്ളത് ഞാൻ എഴുതിയിട്ടുള്ളത്. എക്സ്പെൻസ് ഫോർ ഫുഡ് ഈസ് ഹൈ. ഇതിൽ നിന്ന്, ഈ ഗ്രാഫിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഒരു ഗ്രാഫ് കുറച്ച് പൊങ്ങിയിരിക്കും അല്ലേ, 2000 വരെ. അപ്പോൾ അത് ഫുഡിനുള്ളതാണ്. ആ ഫുഡ് അവിടെ എക്സ്പെൻസ് കൂടുതലാണ്, ചിലവ് കൂടുതലാണ്. ഏറ്റവും കുറഞ്ഞത് ഏതാണ് ഇതിൽ? ട്രാവൽ. എക്സ്പെൻസ് ഫോർ ട്രാവൽ ഈസ് വെരി ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് വൺ. The table below shows the amount of electricity used at Soumya's home during the last year. സൗമ്യയുടെ വീട്ടിൽ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ഇലക്ട്രിസിറ്റിയുടെ അളവാണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ ഒരു ബോക്സ് വരച്ച് എഴുതുക. മന്ത്സ് ജാനുവരി, ഫെബ്രുവരി, പിന്നെ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 2 മാസങ്ങൾ ഒരു ബോക്സിലായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ജാനുവരി ഫെബ്രുവരിയിൽ 340 യൂണിറ്റ്സ്, മാർച്ച് ഏപ്രിൽ 440 യൂണിറ്റ്സ്, മെയ് ജൂണിൽ 410 യൂണിറ്റ്സ്, ജൂലൈ ഓഗസ്റ്റിൽ 290 യൂണിറ്റ്സ്, സെപ്റ്റംബർ ഒക്ടോബറിൽ 300 യൂണിറ്റ്സ്, നവംബർ ഡിസംബറിൽ 320 യൂണിറ്റ്സ്. ഡ്രോ എ ബാർ ഗ്രാഫ് ഓഫ് ദിസ്. ഇത് നോക്കിയിട്ട് ഒരു ബാർ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഹൗ മെനി യൂണിറ്റ്സ് വെയർ യൂസ്ഡ് ഇൻ ഓൾ ലാസ്റ്റ് ഇയർ. ടോട്ടൽ എത്ര യൂണിറ്റ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്? അപ്പോൾ എല്ലാ യൂണിറ്റ്സും കൂടി ആഡ് ചെയ്യണം. വാട്ട് ഈസ് ദ ആവറേജ് യൂസ് ഓഫ് എവറി 2 മന്ത്സ്. ഓരോ 2 മന്ത്സിലും ഉപയോഗിച്ചിട്ടുള്ള ആവറേജ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓരോ 2 മാസത്തിലും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഇലക്ട്രിസിറ്റി, അതിൻ്റെ ആവറേജ്. അപ്പോൾ അത് കാണണം. ഡ്യൂറിങ് വിച്ച് 2 മന്ത്സ് വാസ് ദ യൂസ് ക്ലോസസ്റ്റ് ടു ദി ആവറേജ്. ആവറേജ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആവറേജിനടുത്ത് വരുന്ന ഇത് ഏത് മാസമാണ് നമ്മുടെ ആവറേജിനടുത്തുള്ള ആ എമൗണ്ടിൽ, ആ യൂണിറ്റിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടുള്ളത്, അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ബാർ വരയ്ക്കുക, ബാർ ഗ്രാഫ് വരയ്ക്കുക. അത് നേരത്തേക്ക് പറഞ്ഞതുപോലെ തന്നെയാണ്. ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ടൊരു ലൈൻ വരയ്ക്കുക. ഇതിൽ താഴെ മന്ത്സ് ആണ്, ജാനുവരി, ഫെബ്രുവരി, ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് അത് എഴുതണം. പിന്നെ നമുക്കിവിടെ യൂണിറ്റ്സ് തന്നിട്ടുള്ളത് 340, 440, 410 അങ്ങനെയുള്ള റേഞ്ചിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 50, ഒരു യൂണിറ്റ് 50 വെച്ച്, ഒരു സെൻറ്റിമീറ്റർ 50 വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. 50, 100, 150, 200, 250, 300 അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ മന്തിൽ ജാനുവരി ഫെബ്രുവരിയിൽ 340 ആണ് യൂണിറ്റ്സ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് 300-നും 350-ക്കും ഇടയിൽ, അതായത് 350-ക്ക് തൊട്ട് താഴെയാണ്, അത് 340 നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അതേപോലെ 440, 450-ക്ക് കുറച്ച് താഴെ ഒരു ചെറിയ വര അല്ലേ, ചെറിയൊരു കുഞ്ഞു പോയിൻ്റാണ്, വ്യത്യാസമേ ഉള്ളൂ, അവിടെയാണ് അടയാളപ്പെടുത്തേണ്ടത്. അതുപോലെ 410, അത് 400 കഴിഞ്ഞ് 400-ന് മുകളിൽ ഒരു ചെറിയ കുറച്ച് അടുത്താണ് അത് വരുന്നത്. പിന്നെ 290, 250 കഴിഞ്ഞിട്ട് ഒരു 4 ലൈൻ, സ്കെയിൽ നോക്കിയാൽ അറിയാം, ഒരു സെൻറ്റിമീറ്റർ കഴിഞ്ഞാലും കുഞ്ഞു കുഞ്ഞു വരകളാണെങ്കിൽ 4 ലൈൻസ് നോക്കണം. ആ 4ാമത്തെ ലൈനാണ് 290-യിലായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ 300 ഉണ്ട്, 320 എന്നെല്ലാം അടയാളപ്പെടുത്തണം. ഇനി ആദ്യം ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി യൂണിറ്റ്സ് വെയർ യൂസ്ഡ് ഇൻ ഓൾ ലാസ്റ്റ് ഇയർ. എത്ര യൂണിറ്റ്സ് ആണ് ഇവിടെ ലാസ്റ്റ് ഇയർ ഉപയോഗിച്ചിട്ടുള്ളത്? അപ്പോൾ നമ്മൾ ആ ബോക്സിൽ തന്നിരിക്കുന്ന യൂണിറ്റ്സ് എല്ലാം ആഡ് ചെയ്യുക. 340 പ്ലസ് 440 പ്ലസ് 410 പ്ലസ് 290 പ്ലസ് 300 പ്ലസ് 320 ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 2100 യൂണിറ്റ്സ് എന്ന് കിട്ടും. സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ആവറേജ് യൂസ് എവറി 2 മന്ത്. ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് ഈക്വൽ ടോട്ടൽ യൂസ് ബൈ നമ്പർ ഓഫ് മന്ത്സ് എന്ന് നമുക്കറിയാം. നമ്മൾ ടോട്ടൽ എത്ര യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ അത് ഡിവൈഡഡ് ബൈ എത്ര മന്തുകളിലാണ്.
അപ്പോൾ ടോട്ടൽ ഉപയോഗിച്ചത് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് 2100 ഡിവൈഡഡ് ബൈ, നമുക്ക് ക്വസ്റ്റ്യനിൽ ആ ബോക്സിൽ എത്ര മാസത്തെയാണ് തന്നിട്ടുള്ളത്, 2 മാസം ചേർത്ത് 1 മാസമായിട്ടാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ മൊത്തം 6 എണ്ണമാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 6, അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ 350 എന്ന് കിട്ടും. ഡ്യൂറിങ് വിച്ച് 2 months വാസ് ദ യൂസ് ക്ലോസസ്റ്റ് ടു ദി ആവറേജ്. നമ്മുടെ ആവറേജിന് അടുത്ത് വരുന്നത് ഏത് മാസത്തെ യൂണിറ്റാണ്? അത് 340 വരുന്നുണ്ട്. അത് നമ്മുടെ ജാനുവരി ആൻഡ് ഫെബ്രുവരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത്, ദ ബാർ ഗ്രാഫ് ഷോസ് ദ പ്രസൻസ് ഓഫ് percent ഓഫ് ദോസ് ഹു വോട്ടഡ് ഇൻ സം വാർഡ്സ് ഇൻ എ പഞ്ചായത്ത് ഇലക്ഷൻ. താഴെ ഒരു ബാർ ഗ്രാഫ് തന്നിട്ടുണ്ട്. അത് ഡബിൾ ഗ്രാഫാണ്. ഇതിൽ മെൻ വിമൻ അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഇതാണ്, പേഴ്സൻറ്റേജാണ് തന്നിട്ടുള്ളത്. അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ അതിന് താഴെ ഒരു ടേബിളും തന്നിട്ടുണ്ട്. ദ ടേബിൾ ഷോസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ്. അതിൽ വാർഡ് തന്നിട്ടുണ്ട്, വിമൻ, മെൻ, ടോട്ടൽ എത്ര സ്ത്രീകൾ ഓരോ വാർഡിലും. ഫസ്റ്റ് വാർഡിൽ വാർഡ് 1 എത്ര വിമൻ ഉണ്ട്, എത്ര മെൻ ഉണ്ട്, ടോട്ടൽ എത്ര എന്നാണ് തന്നിട്ടുള്ളത്. പിന്നെ ചോദിച്ചിട്ടുണ്ട് കാൽക്കുലേറ്റ് ദ ആക്ച്വൽ നമ്പർ ഓഫ് മെൻ ആൻഡ് വിമൻ ഹൂ വോട്ടഡ് ഇൻ ഈച്ച് വാർഡ്. ഓരോ വാർഡിലും വോട്ട് ചെയ്ത സ്ത്രീകൾ എത്ര, പുരുഷന്മാർ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം. ഇവിടെ വാർഡ് എന്ന് എഴുതുന്നില്ല, ഞാൻ 1 എന്ന് ഇട്ടിട്ടുണ്ട്. അതാണ് വാർഡ് 1. വാർഡ് 1 നമ്പർ ഓഫ് വിമൻ വോട്ടഡ്, എത്ര സ്ത്രീകളാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബോക്സിൽ തന്നിട്ടുണ്ട് വാർഡ് 1 എത്ര സ്ത്രീകളുണ്ട്, 570. 570 ഇൻറ്റു പേഴ്സൻറ്റേജാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. പേഴ്സൻറ്റേജ് നമ്മൾ ഹൗ മച്ച് ഓഫ് 100 എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പേഴ്സൻറ്റേജ് കാണുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ എത്ര പേഴ്സൻറ്റേജാണ് ഫസ്റ്റ് വാർഡിലെ സ്ത്രീകൾ, നമ്മുടെ ആ ബാർ ഡയഗ്രാം ടെക്സ്റ്റിൽ നോക്കിയാൽ മതി. അതിൽ ഫസ്റ്റിൽ 80% സ്ത്രീകളുടെ നേരെ നോക്കിക്കേ, ആ വൈ ആക്സിസിൽ ആ വെർട്ടിക്കൽ ലൈനിൽ നോക്കിക്കേ 80യുടെ നേരെയാണ് സ്ത്രീകളും പുരുഷന്മാരുടെ ആ ബോക്സ് ഏതാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്ത്രീകൾ 80 ആണ്. അപ്പോൾ 80%, 80/100. 570 ഇൻറ്റു 80/100. അപ്പോൾ 570 ഇൻറ്റു 80 എത്രയാണ്, 45,600 ഡിവൈഡഡ് ബൈ 100. അതിൽ 100ലെ 2 സീറോയും മുകളിലുള്ള 45,600ലെ 2 സീറോസും വെട്ടിപ്പോകും. അങ്ങനെ ആൻസർ 456. 570 സ്ത്രീകളുണ്ട്. അതിൽ വോട്ട് ചെയ്തത് എത്ര പേരാണ്, 456. അതേപോലെ വാർഡ് 1 നമ്പർ ഓഫ് മെൻ വോട്ടഡ് ഈക്വൽ, ആ ബോക്സിൽ 620 തന്നിട്ടുണ്ട്. ഈ ബാർ ഗ്രാഫിൽ നോക്കിക്കേ, അതിൽ എത്ര പേഴ്സൻറ്റേജാണ് വാർഡ് 1 മെന്ന് 90% വോട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ 90/100. 620 ഇൻറ്റു 90 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 620 ഇൻറ്റു 90 എത്രയാണ്, 55,800 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ സീറോസ് എല്ലാം വെട്ടിപ്പോകും. അപ്പോൾ എത്രയാണ്, 558 മെന്നാണ് വാർഡ് 1 വോട്ട് ചെയ്തത്. ഇനി വാർഡ് 2 കാര്യമാണ്. നമ്പർ ഓഫ് വിമൻ വോട്ടഡ് ഈക്വൽ 840 ഇൻറ്റു, ആ ബാറിൽ നോക്കുമ്പോൾ ബാർ ഗ്രാഫിൽ നോക്കുമ്പോൾ അറിയാം 90% വിമനാണ് അതിൽ തന്നിട്ടുള്ളത്. അപ്പോൾ 90/100. 840 ഇൻറ്റു 90 എത്രയാണ്, 75,600 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 756. നമ്പർ ഓഫ് മെൻ വോട്ടഡ് ഈക്വൽ 790, അത് ബോക്സിൽ തന്നിട്ടുണ്ട്. 790 ഇൻറ്റു പേഴ്സൻറ്റേജ് നമ്മുടെ ബാർ ഗ്രാഫിൽ നോക്കുക. അതിൽ 80%, 80ക്ക് നേരെയാണ് മെന്നിനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് വാർഡ് 2. അപ്പോൾ 80/100. 790 ഇൻറ്റു 80 63,200 ഡിവൈഡഡ് ബൈ 100. സീറോസ് എല്ലാം വെട്ടിപ്പോകും. അപ്പോൾ എത്ര കിട്ടും, 632. വാർഡ് 3 നമ്പർ ഓഫ് വിമൻ വോട്ടഡ് ഈക്വൽ 760 ഇൻറ്റു 70/100. 760 ഇൻറ്റു 70 എത്രയാണ്, 53,200 ഡിവൈഡഡ് ബൈ 100. സീറോസ് എല്ലാം വെട്ടിപ്പോകുമ്പോൾ ആൻസർ 532. നമ്പർ ഓഫ് മെൻ വോട്ടഡ് ഈക്വൽ 800 ഇൻറ്റു 80/100. ഈ 80/100 എന്ന് വെച്ചാൽ 80%. അത് നമ്മുടെ ബാർ ഗ്രാഫിൽ തന്നെ നോക്കണം, അതിൻ്റെ നോക്കി മനസ്സിലാക്കുക, അതാണ് 80. അപ്പോൾ 800 ഇൻറ്റു 80 64,000/100.
100. അപ്പോൾ ആൻസർ 640. ഫോർത്ത് വാർഡിൽ വാർഡ് 4 നമ്പർ ഓഫ് വിമൻ വോട്ടഡ് ഈക്വൽ 900 ഇൻറ്റു 90 ബൈ 100. 900 ഇൻറ്റു 90 81,000 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ആൻസർ 810. നമ്പർ ഓഫ് മെൻ വോട്ടഡ് ഈക്വൽ 850 ഇൻറ്റു 80%. അപ്പോൾ 80 ബൈ 100. 850 ഇൻറ്റു 80 68,000 ബൈ 100. അപ്പോൾ ആൻസർ 680. ഫിഫ്ത്ത് വാർഡ് നമ്പർ ഓഫ് വിമൻ വോട്ടഡ് ഈക്വൽ 740 ഇൻറ്റു 90%. 90 ബൈ 100. 740 ഇൻറ്റു 90 66,600 ഡിവൈഡഡ് ബൈ 100. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 666 എന്ന് കിട്ടും. നമ്പർ ഓഫ് മെൻ വോട്ടഡ് ഈക്വൽ 720 ഇൻറ്റു 82 ബൈ 100. 720 ഇൻറ്റു 82 എന്ന് പറയുമ്പോൾ 59,040 ഡിവൈഡഡ് ബൈ 100. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 590.40 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര ആൾക്കാരാണ് വോട്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ 590.40 എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കതൊരു ഹോൾ നമ്പർ ആയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് 590 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കാണാനായിട്ട് നമ്മൾ ആ ബാറിൽ നോക്കിയാൽ മതി. ബാർ ഗ്രാഫ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലാണ് എത്ര പെർസെൻറ്റേജ് മെൻ എത്ര പെർസെൻറ്റേജ് വിമൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. ഇതോടുകൂടി ചാപ്റ്റർ 11 എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.